നമസ്കാരം. സംവിധായകനും നടനുമായ ദിലീഷ് പോത്തനാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. താങ്ക് യു. മഹേഷിൻ്റെ പ്രതികാരം ഇങ്ങനെ വിജയക്കൊടി പറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം കണ്ടത് സാമ്പ്രദായികമായി ഇവിടെ ശീലിച്ചു വന്ന ഒരു സിനിമ രീതിയിൽ നിന്ന് കുറച്ച് കാര്യമായി മാറി കഥ പറയുന്ന ഒരു സിനിമയാണ്. ആ അർത്ഥത്തിൽ ഈ സിനിമാ തമ്പുരാക്കന്മാർക്കെതിരായ ഒരു പ്രതികാരം കൂടിയാണ് എന്ന ഒരു നിരീക്ഷണം എവിടെയോ വായിക്കേണ്ടായി. താങ്കളുടെ സിനിമാ സങ്കല്പത്തിന് തൃപ്തി തരുന്ന ഒരു സിനിമയായി ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടോ ആ സിനിമ? തീർച്ചയായിട്ടും അതെ. ഞാൻ സിനിമ എങ്ങനെ വേണേലും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. എങ്ങനെ വേണേലും ചെയ്യാം. നമുക്കൊരു കാര്യം പറയാനുണ്ട്, അത് എങ്ങനെയാണ് ആളുകളോട് പറയേണ്ടത്, ആരോടാണ് പറയേണ്ടത് എന്നതിനനുസരിച്ച് ഓരോ സിനിമയും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ചത് വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് മനസ്സിലാവുന്ന ഒരു സിനിമ പറയാനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം കൈകാര്യം ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചപ്പോഴത്തേ എനിക്ക് തോന്നിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കി അതേ ഉള്ളൂ മീഡിയ. നമ്മളതിനകത്ത് എന്ത് ആർഭാടം കാണിക്കുന്നോ അത്ഭുതപ്പെടുത്തുന്നൊന്നുമല്ലോ. സ്വാഭാവികത ആണ് ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും അധികം വാഴ്ത്തിപ്പാടുന്ന ഒരു സംഗതി. വളരെ സ്വാഭാവികമായി അഭിനയിക്കുന്ന അഭിനേതാക്കൾ. ഫഹദ് ഫാസിലിൻ്റെ കാര്യത്തിൽ അത് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ്ഡാണ്. പുതിയ ഒരു അഭിനേതാക്കളുടെ നിരയെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു നിങ്ങൾ ഈ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള മാനദണ്ഡം? കഥാപാത്രങ്ങൾ അതിനു മുമ്പേ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഈ ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങളിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വേറൊന്നും ഉദ്ദേശിച്ചില്ല. അവരുടെ സ്വഭാവം ഇങ്ങനെ പെരുമാറും. അപ്പോൾ നമ്മൾ ചില ആളുകളെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇയാൾ ചിലപ്പോൾ ഇങ്ങനെ പെരുമാറിയേക്കാം എന്ന്. അത് നമ്മുടെ ഒരു തോന്നലാണ്. ചില ആളുകളെ കാണുമ്പോൾ അവരുടെ ബിഹേവിയർ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സ്ഥായി ഭാവം എന്നൊക്കെ നമ്മൾ പറയുന്ന മാഷി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഇപ്പോൾ ഇയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇയാൾ ഈ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്നു. ഇവരൊക്കെ ഇടുക്കിക്കാർ തന്നെ ആയിരുന്നു. നല്ലൊരു ശതമാനം ഇടുക്കിക്കാരാണ് മാക്സിമം ട്രൈ ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ചേർച്ചയിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ലെവലിലും പ്രാപ്തമായിട്ടുള്ള ആൾക്കാരെ കിട്ടാതെ വന്നപ്പോഴാണ് പല കാസ്റ്റുകളും ബാക്കി മേഖലകളിൽ നിന്നൊക്കെ ആയിട്ട് തപ്പിയിട്ടുള്ളത്. ഇടുക്കി കഥയിലെ ഒരു കഥാപാത്രം പോലെ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു സ്വാഭാവികമായി കഥ വികസിച്ച് വന്നപ്പോൾ രൂപപ്പെട്ടതാണ്? അല്ല, ഇതിലെ ബേസ് ഇൻസിഡൻറ്റ് ഒരാളുടെ ലൈഫിൽ നടന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് ആണ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ഒരു ദിവസം വൈകുന്നേരം ശ്യാം പുഷ്കർ, ഇതിൻ്റെ റൈറ്റർ, വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ പറയുകയാണ് ഈ ഇൻസിഡൻറ്റ്. അപ്പോൾ ഇൻസിഡൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആകും. ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയും ആ സംസാരം എനിക്ക് തോന്നുന്നത് ഒരു 4-5 മണിക്കൂർ ഏകദേശം നേരം വെളുക്കോളം അങ്ങനെ പോയി. പക്ഷേ അന്ന് വെളുപ്പിനെ ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് തീരുമാനിച്ചിരുന്നു ഈ സിനിമ ഇടുക്കിയിൽ ഷൂട്ട് ചെയ്യാമെന്ന്. കാരണം അപ്പം നമ്മൾ ഇടുക്കി ഗോൾഡ് ഷൂട്ട് നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടുക്കി ഇങ്ങനെ ലൊക്കേഷൻസൊക്കെ ഹണ്ടിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആളുകളെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയൊരു സമയമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ചെറിയ റിസർച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലത് തപ്പിപ്പോകുമ്പോഴൊക്കെ വഴിയിൽ നിന്ന് ഓരോ ആൾക്കാരെ കാണുകയും അവരോട് ഇടപെടുകയും ചില കവലകൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇടുക്കി ഭയങ്കര സാധ്യതകൾ പലതരത്തിൽ തോന്നിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പ്ലോട്ട് കിട്ടിയപ്പം ഈ പ്ലോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജനസമൂഹം ഇടുക്കിയിലുണ്ടെന്ന് തോന്നി. ഒരു കഥയെന്ന നിലയ്ക്ക് വേറൊരാളോട് പറയുമ്പോൾ പക്ഷേ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നായിരിക്കും. ഇതിൻ്റെ അവതരണ മികവ് കൊണ്ടോ അല്ല ഇതിൻ്റെ പ്രത്യേകത കൊണ്ടോ ആണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് ഫഹദിനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കൺവിൻസ്ഡ് ആയിരുന്നു. ഞാനൊരു 10 മിനിറ്റുള്ളിൽ എടുത്തിട്ടില്ല എന്ന് തോന്നണേ ഫഹദിനോട് ഫസ്റ്റ് ടൈം ഈ ഐഡിയ പറയാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ ഒരു ഭയങ്കര ഒഫീഷ്യൽ മീറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. ഫഹദ് നമ്മുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങനെ പറയാൻ പറ്റിയൊരു കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ഇയോബിൻ്റെ പുസ്തകത്തിൽ ഷൂട്ട് തുടങ്ങുന്നത് എന്നാണ്. പുള്ളി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വെറുതെ കണ്ട് അപ്പോൾ ഒന്ന് സംസാരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയയെക്കുറിച്ച് വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ചു. അപ്പോൾ എന്താ ഐഡിയ പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നീട് ഒരു 15 മിനിറ്റോളം പുള്ളി എന്നോട് സംസാരിച്ചു ഈ വിഷയത്തെക്കുറിച്ച് എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി. എനിക്ക് തോന്നി മഹേഷിനെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയെന്ന് തോന്നി. പിന്നെ ഞാനും ഭയങ്കര ഒരു കഥ പറയാനായിരുന്നില്ല ഫഹദിനോട് ശ്രമിച്ച എല്ലാവരോടും പറഞ്ഞിരുന്നത്. അതിൻ്റെ ഡീറ്റെയിലുകൾ തന്നെയായിരുന്നു എല്ലാ സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ടാവുന്നത്. അതിൻ്റെ ആദ്യത്തെ സീൻ, ഇങ്ങനെയൊരു സീൻ, അങ്ങനെയൊരു സീൻ, ഒരു 5-6 സീനേ ആകെ പറയുന്നുള്ളൂ. ആ 6 സീനിലൂടെ കഥ പറയാനാണ് ഞാൻ ഫഹദിനോടായാലും ഇതിൽ ബാക്കി ടെക്നീഷ്യൻസിനോട് എല്ലാവരോടും അങ്ങനെ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഇടുക്കി ഈ കഥാതന്തു ഉള്ളിൽ വന്നപ്പോൾ തന്നെ ഇടുക്കിയിലൂടെ സഞ്ചരിച്ചപ്പോൾ കവലകൾ മനസ്സിൽപ്പെട്ടു എന്ന് പറയും. ബോധപൂർവം കവലകളിലെ വർത്തമാനങ്ങളും ഇടപെടലുകളും ഇതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണോ ഈ സിനിമയിൽ? തീർച്ചയായിട്ടും. നമ്മളിപ്പം ഞാൻ കോട്ടയത്താണ് എൻ്റെ വീട്, കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്ത്. എനിക്ക് ഇടുക്കിയും കോട്ടയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇടുക്കിയിൽ അധികമുള്ള ജനങ്ങളും കോട്ടയത്ത് നിന്ന് കുടിയേറി പാർത്തവരോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനത്തെ ഒരു സംസ്കാരം, അപ്പം അതിൻ്റെ ഒരു സാമ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടും എൻ്റെ ചുറ്റുവട്ടങ്ങളും ഒക്കെ ആയിട്ട് അത് ഭയങ്കര റിലേറ്റ് ചെയ്ത് കിടക്കും. ഈ സിനിമ ചില പ്രത്യേക കാരണങ്ങളാൽ അതിലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ആവിഷ്കാര ശൈലി അല്ലെങ്കിൽ ഒരു ദൃശ്യഭാഷ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ മറ്റൊരു സിനിമയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ നിന്ന് മിഡിൽ ക്ലാസ്സിനെ അല്ലാതെ മറ്റൊരു വിഭാഗത്തെ ഒരു കഥ പറയുമ്പോൾ ഇതിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും, തീർച്ചയായിട്ടും. അപ്പം നമ്മളത് പറയുന്ന ആളെ നമ്മൾ ആരോട് പറയുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ളതും ഭയങ്കര ഘടകമാണ്. എനിക്ക് പറയാനുള്ളത് ഭയങ്കര അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇതുവരെ വന്ന ഏക വിവാദം മോഹൻലാലിനെ ഒരു സവർണ ഹൈന്ദവ ബിംബമാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് വളരെ മനഃപൂർവ്വം ഒരു ഡയലോഗിൽ അങ്ങനെ ചേർത്തതാണ്. ഒരു കാരണവശാലും മോഹൻലാൽ, മമ്മൂട്ടി എന്നീ പറയുന്ന ഭയങ്കര മഹാന്മാരായിട്ടുള്ള അത്ര വലിയ ആൾക്കാരാണ്. അവർ രണ്ടുപേരുമൊക്കെ മലയാള സിനിമയിൽ ഇല്ല എങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു സിനിമ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടുള്ള പാഷൻ തന്നെയാണ് ഉറപ്പായിട്ടും എന്നെയൊക്കെ സിനിമയിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നിപ്പിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അത് ഒരു ചർച്ച എന്ന രീതി പറയാം. നിങ്ങൾക്ക് തോന്നിയോ ഞാൻ ബോധപൂർവം കളിയാക്കുന്നതായിട്ട്? ഇല്ല, അത് വളരെ രസകരമായ ഒരു സംഭാഷണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫാൻസിന്റെ വലിയ തോതിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് വളരെ എന്നാ പറയുക, ശ്യാം പുഷ്കർ എന്ന് പറയുന്നതിൻ്റെ റൈറ്റർ ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിൽ ഇരിക്കവേ അവിടുത്തെ ബാർബറും മുടിവെട്ടിക്കൊണ്ടിരുന്ന ആളും തമ്മിലുണ്ടായിരുന്ന സംഭാഷണം തന്നെയാണ് ഇവിടെ രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത്. ഇത് പറയിക്കുമ്പം എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഈ പറഞ്ഞ ഈ ക്രിസ്പിൻ എന്ന് പറയുന്ന ക്യാരക്ടറാണിത് സംസാരിക്കുന്നത്. ക്രിസ്പിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീനാണത്. എനിക്ക് വേണ്ടിയിരുന്ന ക്രിസ്പിൻ എന്ന ക്യാരക്ടർ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്താ ലെവല്, എന്താണ് അയാളുടെ ധാരണ ലോകത്തെക്കുറിച്ചുള്ള, ഇത് ഓഡിയൻസിന് ആ സീനിൽ നിന്ന് മനസ്സിലാക്കണം. അതിന് ഞാൻ അവിടെ കേട്ട ഒരു സംഭാഷണത്തിനെ ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ചത്. പക്ഷേ ഇതിൽ താങ്കൾ ശ്രദ്ധിച്ച് കാണും, ഈ സംഭാഷണ ശകലവുമായി ബന്ധപ്പെട്ട് താങ്കളോ ശ്യാം പുഷ്കറോ അല്ല വിമർശിക്കപ്പെടുന്നത്, മറിച്ച് ആഷിഖ് അബുവാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ മാത്രമാണല്ലോ. ഇതിൻ്റെ രചനാപരമായ ഘട്ടത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്നാണ് കരുതുന്നത്. അത് കാരണം ഈ പുതിയ സിനിമ, പുതിയ ധാര എന്നുള്ളത് മനകളിൽ നിന്ന് ഒക്കെ കുടിയിറക്കപ്പെട്ട ഒന്നാണ് എന്ന് അദ്ദേഹം മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി എടുത്തിട്ടാണ് ഇതിനൊരു വിവാദ വിഷയമാക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഞങ്ങൾ മനഃപൂർവ്വമായി ഞങ്ങൾ നിലനിൽക്കുന്ന ഈ വ്യവസ്ഥാപിതമായ രീതിയോട് വളരെ ചെറിയ തോതിൽ ഒന്ന് കലഹിക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണോ? അല്ല, എനിക്ക് അങ്ങനത്തെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റാൻഡുകളൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്ന എന്തുകൊണ്ടാണ് വിഷയം ആഷിഖ് അബുവിൻ്റെ പേരിൽ ചർച്ച ചെയ്യുന്നതെന്ന് നിങ്ങൾ മീഡിയക്കാരെ ചർച്ച ചെയ്യും. അതിൽ താങ്കളൊരു നാടക പ്രവർത്തകനാണ്. നാടക പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാടുകൾ താങ്കൾക്കുണ്ടാവും. നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം തികച്ചും വിഭാഗീയമായ ചർച്ചകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലാണ്. ഈ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ചർച്ച ഉയർന്നു വരുന്നത് ഇങ്ങനെയുള്ള അപകടകരമായൊരു ഭീതിജനകമായൊരു സാഹചര്യത്തെ എൻ്റെ മുന്നറിയിപ്പാണോ? അല്ല, ഒരിക്കലും ഞാൻ പറയട്ടെ, എനിക്കിപ്പം എന്തൊക്കെ കാര്യങ്ങൾ വളരെ ലൈറ്റായിട്ട് എനിക്കറിയാം, എനിക്ക് തോന്നിയത് അത് വളരെ ഓപ്പണായിട്ട് ഞാൻ എൻ്റെ സിനിമയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതൊരിക്കലും ഞാൻ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇതാണ് ശരിയെന്നോ അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ ലോകം ഇങ്ങനെയാണ് പോകേണ്ടത്, സമൂഹം ഇങ്ങനെയാണ് പോകേണ്ടത്, സമൂഹം അങ്ങനെയാണ് പോകേണ്ടതെന്ന് പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും ആരൊക്കെ പ്രാപ്തരാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എനിക്ക് അറിയാവുന്ന സാധ്യതകളെ ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് സാധ്യതയുണ്ട്, ഇങ്ങോട്ടേക്ക് സാധ്യതയുണ്ട്, ഇങ്ങോട്ടേക്ക് സാധ്യതയുണ്ടെന്ന് അങ്ങനെ ഒന്ന് തുറന്നു വെക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അല്ല, ഇതിൽ ഈ സിനിമയെ സംബന്ധിച്ച കുറേ വാർപ്പ് മാതൃകകൾ ഉണ്ടല്ലോ. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ചെയ്തിട്ടുള്ള ചില കഥാപാത്രങ്ങൾ, അവരുടെ ചില സിനിമകൾ. സാൾട്ട് ആൻഡ് പെപ്പറിൽ താങ്കളുടെ തന്നെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, വരിക്കാശ്ശേരി മന ഒഴിവില്ലെങ്കിൽ നമുക്ക് വരിക്കാശ്ശേരി മനയുടെ സെറ്റിട്ട് കൂടെയെന്ന്. ഇതേ വിമർശനമാണ് ഈ സിനിമയിൽ ഉന്നയിക്കപ്പെടുന്നത്. അല്ല, ഒന്നുമില്ല, നമ്മൾ ക്ലീഷകൾ എന്ന് പറയുന്നതിനെയാണ് വിമർശിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ സിനിമയുടെ എഴുത്തുകാരനോ സംവിധായകനോ അല്ല, ഞാൻ ആ സിനിമയിലെ അഭിനേതാവാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്ക്രിപ്റ്റിനെ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അഭിനയിക്കുക. അപ്പം ഈ കിട്ടിയ സ്ക്രിപ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് പറയുന്നത് സിനിമയിലെ ക്ലീഷേനെയാണ് കളിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ സിനിമകളിൽ കണ്ടുവരുന്ന സ്ഥിരമായി കണ്ടിട്ടുള്ള ചില ബിംബങ്ങൾ അതിനെയാണ്, സിനിമയിലെ ക്ലീഷകളെയാണ് അതിൽ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അതിൻ്റെ റൈറ്ററോ ഡയറക്ടറോ ആണ് പറയേണ്ടത്. മറ്റൊന്ന്, ഈ വിവാദത്തിൽ നിന്നും ഉണ്ടാകാനിടയുള്ള ഒരു ചോദ്യം, നമ്മുടെ സിനിമകൾ നിരന്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, വിമർശന വിധേയമാക്കാറുണ്ട്, പേര് പറഞ്ഞു തന്നെ വിമർശന വിധേയമാക്കാറുണ്ട്. അതേസമയം സിനിമകളിൽ ഈ സിനിമ ഭരിക്കുന്ന ആളുകൾക്കെതിരായ വിമർശനം ഇത്രമാത്രം ക്രൂശിക്കപ്പെടും
എന്നൊരു തോന്നൽ? അങ്ങനെയൊന്നുമില്ല. എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഞാനതിനെ വലുതായിട്ട് കാണുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് നല്ല ആക്ടർ, ആരാണ് ഓരോരുത്തരുടെയും കാലിബർ എന്താണ്. ആരും മണ്ടന്മാരൊന്നുമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അത്രയ്ക്കുണ്ടോ പറയാൻ? ഫാൻസുകാർ വിളിച്ച് ചീത്ത പറയുന്നുണ്ടോ? എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല, നേരിട്ട് വിളിച്ചിട്ട്. ആഷിഖ് അബു ടച്ചുള്ള ഒരു സിനിമ എന്ന് കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് കണ്ടവർ പറയേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല എന്ന് തോന്നുന്നു വലിയ കാര്യമായിട്ട്. എനിക്കറിയില്ല, അത് കണ്ടവർ തീരുമാനിക്കണം. ഉറപ്പായിട്ടും ചിലപ്പോൾ അതിൻ്റെ സ്വാധീനങ്ങളുണ്ടാവാം. ഞാൻ ഒരു സിനിമ ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു കാരണവശാലും ആരുടെയും വരരുതെന്ന് ഞാൻ കരുതിയിട്ടില്ല, ആരുടെയും ബോധപൂർവ്വം വരുത്താനും ശ്രമിച്ചിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ആഷിഖിയുടെ കൂടെ ഞാൻ 4-5 സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ പലരുടെയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരുടെയും സ്വാധീനങ്ങൾ, സിനിമയുടെ ടേസ്റ്റുകൾ, കാഴ്ചപ്പാടുകളൊക്കെ എൻ്റെ വർക്കിൽ വന്നിട്ടുണ്ടാകും. കാരണം അതൊക്കെ കണ്ടു. ഇതൊന്നും അല്ല ഞാൻ പറയും. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുണ്ടാവുക സത്യൻ സാറിൻ്റെ സിനിമകളോ പ്രിയൻ സാറിൻ്റെ സിനിമകളോ ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുണ്ടാവുക, ഏറ്റവും നമ്പർ കണ്ടിട്ടുണ്ടാവുക. അവരുടെ മാക്സിമം സിനിമകൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇട്ടിട്ട് കാണുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് A to Z എഴുതി വെച്ചിട്ട് ചെയ്ത സിനിമയാണോ അതോ ഈ ആക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള സിനിമയാണ് 100%. ഈ സിനിമ നമ്മൾ പൂർത്തിയാക്കിയ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. വളരെ പൂർത്തിയായ സ്ക്രിപ്റ്റും അതിൽ ഒന്നിലധികം ഓപ്ഷൻസ് ഇറങ്ങുന്ന സ്ക്രിപ്റ്റായിരുന്നു. ആ ഡയലോഗുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പല ഓപ്ഷൻസിലൊക്കെ നമ്മൾ കരുതിയിരുന്നു. അങ്ങനെയുള്ളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. നമ്മൾ ഏകദേശം 2-3 മാസക്കാലത്തോളം പ്രകാശ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രധാന ലൊക്കേഷൻ നടന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്ന പ്രകാശ് എന്ന് പറയുന്ന കവലയിൽ ഞങ്ങളൊരു വീടെടുത്തിട്ട് ഞാനും ശ്യാമും ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ടുണ്ടായിരുന്നുള്ളൊരു 3 മാസത്തോളം ഞങ്ങൾ താമസിച്ച് ആ കവലയിൽ കണ്ട കാഴ്ചകളും അപ്പുറത്തെ കവലയിൽ കണ്ട കാഴ്ചകളും അവിടുത്തെ കടയിലെ ആളുകൾ പെരുമാറുന്ന രീതികളും ഇതൊക്കെ ഒരു കളക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് ഒരിക്കലും അതേപടി ചെയ്യാൻ ഒരു ആക്ടേഴ്സിനെ നിർബന്ധിക്കുകയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്തത്. അതിന് കഥാപാത്രങ്ങൾക്ക് പറ്റിയ ആളുകളെ പിക്ക് ചെയ്യുന്നതിൽ അങ്ങേയറ്റത്തെ ബുദ്ധി സിനിമ കാണിച്ചിട്ടുണ്ട്. അലൻ സിയറിലേക്കുള്ള പോക്ക് എങ്ങനെയായിരുന്നു? അലൻ സിയറിനെ കുറിച്ച് എന്നോട് പറയുന്നത് പപ്പു എന്ന് പറയുന്ന ക്യാമറമാൻ, സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ സ്റ്റീവ് ലോപ്പസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ യാദൃശ്ചികമായിട്ട് കുറേ നാളുകൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരാളുമായിട്ട് ഇങ്ങനെ ഈ പപ്പുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പപ്പു എന്നോട് പറഞ്ഞു, സ്റ്റീവ് ലോപ്പസിൽ അലൻ ഷിയർ എന്ന് പറയുന്നൊരു ആൾ അഭിനയിച്ചിരുന്നു, ഭയങ്കര ആക്ടറാണ്, നല്ല ആക്ടറാണ്, ഭയങ്കര രസമുള്ള ആക്ടറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സിനിമ കാണണം, ആ പുള്ളീനെ അപ്പം വരുമ്പോൾ ഒന്ന് കാണണം, പുള്ളീനെ ഒന്ന് കാണണമല്ലോ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ തപ്പിയിരുന്നു. അങ്ങനെയാണ് ഞാൻ കാണാൻ ശ്രമിച്ചത്. പക്ഷേ സിനിമ എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല, ഞാൻ വർക്കിലായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും സിനിമ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി അതിൽ തന്നെ സുജിത്ത് അഭിനയിച്ചിരുന്നു. സുജിത്തിൻ്റെ ഇവർ രണ്ടുപേരും പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാൻ ഗോവയിൽ പോയിട്ട് ഫെസ്റ്റിവൽ നടന്നപ്പോൾ അവിടെ പോയിട്ടാണ് ആ സിനിമ കണ്ടത്. അങ്ങനെ കണ്ട് അദ്ദേഹത്തെ ഉപയോഗിക്കാമെന്ന് ഏകദേശം മനസ്സിൽ ഇങ്ങനെ ധാരണയുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം എന്നുള്ള ധാരണയുണ്ടായിരുന്നു. നാടക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പഠനശേഷം സിനിമയിലേക്ക് വരുന്നതും പിന്നീട് സജീവമാകുന്നതും എങ്ങനെയാണ്? ഞാനൊരു 5-8 സിനിമയിലും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് നാടകം പഠിക്കാൻ വേണ്ടി ഞാൻ പോകുന്നത്. ഞാൻ സിനിമയിലാണ് ആദ്യം എത്തിയത്. സിനിമയിലെത്തി 5-8 സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിലതൊക്കെ അറിയാനോ അങ്ങനെ എനിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അതിനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ലാത്തതിനാലാണ് ഞാനങ്ങനെ എൻ്റേതായ സ്റ്റാൻഡിലെത്തി. ഞാനൊരു 5-8 സിനിമകൾ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം നാടകം പഠിക്കാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ MA ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് MPhil ചെയ്യാനായിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പോൾ അത് ഞാൻ സിനിമയിലായിരുന്ന സമയത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതെന്നെ ഭയങ്കര സഹായിച്ചു എന്ന് കരുതുന്നയാളാണ് ഞാൻ. ഈ ദിലീഷ് പോത്തൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വരെയുള്ള മറുപടി സാൾട്ട് ആൻഡ് പെപ്പറിൽ ബീഫ് ഫ്രൈ തീരെ എന്ന് ചോദിച്ച ആളല്ലേ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ സംവിധായകൻ എന്നുള്ളതാണ് താങ്കളുടെ വിലാസം. അപ്പോഴും ഒരു നടൻ താങ്കളിൽ ഉണ്ടല്ലോ, ഇനി ആ നടനെ എങ്ങനെ വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, സത്യത്തിൽ ഞാനങ്ങനെ അഭിനയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ വലിയ ഉറപ്പൊന്നും ഇല്ലാത്തയാളാണ്. അല്ല, എൻ്റെ വ്യക്തിപരമായ ഞാൻ അഭിനയിക്കണമെന്നൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരു സിനിമ സംവിധാനം ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് കിട്ടിയൊരു ബോണസാണ് അഭിനയിക്കാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചത്. അപ്പോൾ അത് അഭിനയിച്ച് സിനിമ നന്നായിട്ട് വന്നതുകൊണ്ടും ആളുകൾ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നെങ്കിൽ ഇനിയും കാണുമ്പോൾ ചിരിച്ചോട്ടെ എന്നുള്ള തോന്നലുള്ളത് കൊണ്ടും ഞാൻ അഭിനയത്തെ ഗൗരവമായി എടുക്കുന്നില്ല. അല്ല, തീർച്ചയായിട്ടും അഭിനയം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് എന്നെ കണ്ടിട്ട് ആളുകൾ തിയേറ്ററിൽ നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇമോഷന് കാരണമാകുന്ന എൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ
അതിൽ എനിക്ക് ആനന്ദമുണ്ട്, തീർച്ചയായിട്ടും ആനന്ദമുണ്ട്. ഞാൻ ഡയറക്ഷൻ പോലെ ഞാൻ അതിന് വേണ്ടി എഫേർട്ട് എടുക്കും, അതിന് അത്രയും ക്രേസ് ആകും, അങ്ങനെ ഭ്രാന്തനായിരുന്നില്ല ഞാൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രം സൂചിപ്പിക്കും. ഫഹദ് ഇടക്കാലത്ത് ഈ പ്രോജക്റ്റുകൾ പലതും ഉപേക്ഷിച്ച് പോയി എന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഫഹദിന് വലിയൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ആ നിലയ്ക്ക് സിനിമയിൽ തന്നെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, മികച്ച വിജയം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രചോദനം ഫഹദിന് കൊടുക്കുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഫഹദ്, ഞാനും വിശ്വസിക്കുന്നത് ഫഹദ് ഒരു നടൻ എന്ന നിലയിൽ അയാളുടെ ഗ്രാഫ് മുകളിലേക്ക് വളർന്നിട്ടേ ഉള്ളതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അയാൾക്ക് അങ്ങനെ ഒരു താഴ്ച ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യസന്ധമായിട്ട്. പക്ഷേ അയാളുടെ സിനിമകൾ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഒരു നടനെന്ന നിലയിൽ അയാളുടെ പെർഫോമൻസ് ഒരു തരത്തിലും ഒരു വരവിന് ശേഷം പിന്നീട് അങ്ങനെ വലുത് താഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ ഇത് ഫഹദിനെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ വിജയം. ഇതിനെക്കുറിച്ച് ഫഹദ് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറായിട്ടായിരുന്നു ഇതിനു വേണ്ടി നിന്നിരുന്നത്. പിന്നെ ഫഹദിനെ പോലെ നല്ല ആക്ടേഴ്സിന് മാർക്കറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് എപ്പോഴും ഗുണമുള്ള കാര്യമാണെന്നാണ് എന്നെപ്പോലെ ഒരാൾ വിശ്വസിക്കുന്നത്. നല്ല ആക്ടേഴ്സ്, എല്ലാം നല്ല ആക്ടേഴ്സിന് മാർക്കറ്റ് ഉണ്ടാകും തോറും ഒരു ഇൻഡസ്ട്രി അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കില്ല. അപ്പം തീർച്ചയായിട്ടും അത് സഹായിക്കും. ഈ വാണിജ്യം തന്നെയാണ് സിനിമയുടെ അടിസ്ഥാനം എങ്കിലും ഒരു കാലത്ത് ഇപ്പോൾ ഫഹദ് ഫാസിൽ ഒരുപക്ഷെ ഭരത് ഗോപിയും നെടുമുടി വേണുമൊക്കെ വന്ന ഒരു ധാരയുണ്ടല്ലോ, അത്തരത്തിലുള്ള ചില ഓർമ്മകളെങ്കിലും ചില തോന്നലുകളെങ്കിലും ഒരു സിനിമാ ആസ്വാദകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും. മിക്കവാറും ഒരു മികച്ച താരമായി നിൽക്കാൻ അല്ലെങ്കിൽ നടനായി നിൽക്കാൻ വാണിജ്യ വിജയം അത്യാവശ്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇടയ്ക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഓരോരുത്തരുടെ സ്റ്റാൻഡ് പോലെ ഇരിക്കും. അത് അയാൾ തീരുമാനിക്കേണ്ട, ഓരോ ആക്ടറും തീരുമാനിക്കേണ്ട കാര്യമാണ്. വാണിജ്യ വിജയം എൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുമോ ഇല്ലയോ, അതാണ് ഘടകം. നടനെന്ന നിലയിൽ എൻ്റെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ കോൺഫിഡൻസിനെ ആ വാണിജ്യ വിജയം ബാധിക്കുന്നില്ലെങ്കിൽ അതൊരു ഘടകമല്ല. സ്വാഭാവികമായിട്ടും ടാലൻ്റുള്ള നടന്മാരാണെങ്കിൽ അവർക്ക് വാണിജ്യ വിജയങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെ ആളുകൾ അംഗീകരിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ പെർഫോമൻസിനെ എപ്പോഴും അംഗീകരിച്ചുകൊണ്ടേയിരിക്കും. നടന്മാരല്ല, അഭിനേതാക്കളെ അഭിനയത്തിൽ ഒരു എക്സ്ട്രാ ഒരു ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫഹദൊക്കെ മിതമായ അഭിനയമുള്ളവരാണ്. അല്ല ഇങ്ങനെ പോരാ എന്നുള്ളൊരു നിയന്ത്രണം ഈ അഭിനേതാക്കൾക്ക് മേൽ ഉണ്ടായിട്ടുണ്ടോ സംവിധാനത്തിൽ? ഉറപ്പായിട്ടുണ്ടല്ലോ. അപ്പം ഞാനതിനെ ഇവരിപ്പം ഒരു സീൻ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വലിയ അങ്ങനെ ഇപ്പം നമ്മൾ എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡയലോഗുകൾ ഇത് പഠിക്കും, ഈ ഡയലോഗ് പറഞ്ഞു, ഒരു ആക്ടേഴ്സിനോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളവിടെ ചെന്ന് ഉടനെ തന്നെ ലൈറ്റപ്പ് ചെയ്ത് ക്യാമറ വെച്ചിട്ട് ഇവിടെ നിന്നോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞോ അങ്ങനെ ഒരു സീനും എടുത്തിട്ടില്ല ഈ സിനിമയിൽ. നമ്മളവിടെ ചെന്ന് അവർക്ക് പെരുമാറാൻ പറ്റിയ ആക്ടേഴ്സിന്, കഥാപാത്രങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്ന സാഹചര്യം പോലെ ആ സ്പേസിനെ ഒരുക്കി അത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആക്ടേഴ്സിനെ കൊണ്ട് നിർത്തുക, പ്ലേസ് ചെയ്യുക, അത് ഡെമ്മി നിർത്തുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഈ ആക്ടേഴ്സ് തന്നെ വരണം. ഫഹദാണെങ്കിൽ ഫഹദ് അവിടെ വന്ന് നിന്ന് അത് പെർഫോം ചെയ്ത് പല രീതിയിൽ ട്രൈ ചെയ്ത് പല ഡയലോഗുകളിൽ നിങ്ങൾക്ക് തോന്നി ഇതാണ് സിറ്റുവേഷൻ, ഞാൻ അത് മാത്രമേ ഫീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇയാളുടെ മാനസികാവസ്ഥ ഇതാണ്, ഇയാൾ ഇന്ന സിറ്റുവേഷൻ കടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അതാണ് അയാളുടെ ലൈഫ്, മറ്റേ ഇയാളുമായിട്ടുള്ള റിലേഷൻ ഇതാണ്. ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇയാൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിൽക്കുമ്പം എന്താണ് പറയാൻ തോന്നുന്നത് മഹേഷിന്, അത് പറഞ്ഞോളാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് അങ്ങനെ സിനിമ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തെ എങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളങ്ങനെ പ്ലേ ചെയ്ത് സിനിമയിൽ വലിയ ഹിറ്റായ ഡയലോഗുകളൊക്കെ അങ്ങനെ ഒരു സ്വാഭാവികമായ മുഹൂർത്തത്തിൽ ഉണ്ടായതാണോ? സിനിമാ തിയേറ്ററിൽ കയറി വരുമ്പോൾ ശ്വാസകോശം വന്നോ, അല്ലെങ്കിൽ ഇതെൻ്റെ ഐഡിയ ആയി പോയതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായി ഈ അഭിനയ മുഹൂർത്തത്തിനിടയ്ക്ക് ഉണ്ടാകുന്നതാണ്? ഇതിൽ സ്ക്രിപ്റ്റിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ പൂർണ്ണ രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഡയലോഗുകൾ നല്ലൊരു ശതമാനമുണ്ട്. അതിൽ വാക്കുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അത് ആക്ടർക്ക് കംഫർട്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ മാറ്റർ അത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് ടൈമിലുണ്ടായിട്ടുള്ള ആവശ്യത്തിലധികം ഡയലോഗുകളും സാധനങ്ങളുമുണ്ട്. എന്തിനാണ് പറയുന്നത്, അവസാനം ഫൈനലാകുന്നതിന് 3-4 ദിവസം മുമ്പ് ഫൈനൽ കറക്ഷൻ നടത്തിയ ഡബ്ബിങ്ങിലുണ്ടായിട്ടുള്ള ഡയലോഗുകൾക്ക് പോലും തിയേറ്ററിൽ വൻ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പല സ്റ്റേജുകളിലായിട്ടാണ് ഈ ഇതിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉണ്ടാക്കിയ ഒരാൾ എന്നുള്ളതിന് അപ്പുറത്ത് ഈ ആസ്വാദകരുടെ ഇടയിൽ പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരുപക്ഷെ എനിക്കിഷ്ടപ്പെടുക ആദ്യത്തെ സീനായിരിക്കും, ലൂണാർ പാരഗൺ ചെരുപ്പുകളിൽ ചകിരി തേച്ച് കഴുകുന്ന ഒരു സീൻ. അതുപോലെ മറ്റു പല രംഗങ്ങൾ അതിൽ ഉണ്ട്. ഓരോരാൾക്കും ഓരോ ഇഷ്ടമായിരിക്കും. താങ്കളെ ഒരു സംവിധായകൻ എന്നുള്ളതിൽ കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവുക അഭിനേതാക്കളുടെ പെർഫോമൻസ് ആയിരിക്കും. അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ഭാഗം താങ്കൾ ഓർത്തെടുക്കാൻ പറ്റും? ഫഹദ് ഒരുപാട് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർത്ത് പറയാൻ പറ്റുന്നില്ല. ഒരുപാട് രംഗങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഫഹദ് ആയാലും, അനുശ്രീ ആയാലും, ജിംസി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത അപർണയായാലും, ബേബി ചേട്ടനായാലും, ക്രിസ്പിനായാലും ഒക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരുപാട് പെർഫോമൻസുകൾ സംഭവിച്ചിട്ടുണ്ട്. കുമ്മട്ടിക്ക ജ്യൂസ് ഞാനിത് കേൾക്കുന്നത് ശ്യാം പുഷ്കറിൻ്റെ ഭാര്യ
ഉണ്ണിമായ ഇതിന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച ക്യാരക്ടറിൻ്റെ പേരായിട്ട് അഭിനയിച്ചത്. ഉണ്ണിമായ ഇടയ്ക്ക് പാടിക്കൊണ്ട് നടന്നാണ് ഞാനിത് കേട്ടിട്ടുണ്ട് ഈ പാട്ട്. ഉണ്ണി പറഞ്ഞത് അത് അവളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ കൊച്ചി ഭാഗങ്ങളിലൊക്കെ സ്കൂളിൽ പിള്ളേരൊക്കെ ഏതോ ഒരു സീസണിൽ അങ്ങനെ കനത്ത രീതിയിൽ പാടിയിരുന്ന പാട്ടാണ് ഈ പാട്ടെന്നാണ് കേട്ടത്. അങ്ങനെയുള്ളൊരു പാട്ടാണ്. ഈ അടുത്ത കാലത്തായി നല്ല സിനിമകൾ, മികച്ച സിനിമകളായി സർവ്വ സ്വീകാര്യമായി പോകുന്ന സിനിമകളൊക്കെ വീണ്ടും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക്, കോമഡികളാണെങ്കിലും നിത്യജീവിതത്തിൽ കാണാവുന്ന സാധാരണ കേരളത്തിൻ്റെ തനത് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ സംഭവിക്കുന്ന കോമഡികളാണ്. ഏറ്റവും ഒടുവിൽ വന്ന താങ്കളുടെ സിനിമകളും ഇതിൻ്റെ ഒപ്പം വന്ന ആക്ഷൻ ഹീറോ ബിജു ഒക്കെ അങ്ങനെയാണ് ചിരിപ്പിക്കുന്നത് ആളുകളെ. സ്റ്റേജ് ഷോ കോമഡികൾക്കപ്പുറത്ത് ഈ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ചിരിപ്പിക്കാൻ കൂടുതൽ എളുപ്പമാണെന്നോ ആളുകൾ സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് എന്നോ തോന്നൽ താങ്കൾക്കുണ്ടോ? എനിക്ക് ജീവിതത്തോട് അടുപ്പിക്കാൻ വലിയ പാടാണ്, നല്ല പണിയെടുക്കേണ്ടി വരും. നമ്മൾ ജീവിതത്തിനോട് അടുത്ത് നിന്ന് അതിനെ കാണാനും അത്ര ഒതുക്കത്തിൽ എൻ്റർടൈൻ ചെയ്യിക്കാൻ നമുക്ക് അങ്ങനെ ഒതുക്കിക്കൊണ്ട് വരുന്നതിനോടൊപ്പം അത് എൻ്റർടൈനിങ്ങും കൂടെ ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക്. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ പറയുന്ന ഒരു ഓഡിയൻസിനെ നമ്മളൊരു ഹ്യൂമർ പറഞ്ഞ് കൃത്യമായിട്ടുള്ള മീറ്ററിൽ അത് ഏതിലായാലും, ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോയിലാണെങ്കിൽ പോലും അത് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്, ഒരാളെ ചിരിപ്പിക്കുക. അപ്പോൾ അതിപ്പോൾ ഇത്രയും നമ്മൾ നീറ്റായിട്ടും ജീവിതത്തോടെ ഏറ്റവും അടുത്ത് നിർത്തുകൊണ്ട് ഉണ്ടാക്കുകയും അതേസമയം ചിരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ ശ്രമകരമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇനിയുള്ള കാലം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അല്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് എങ്ങനെ വേണേലും ആകും. അത് ഓരോ വിഷയങ്ങൾക്കനുസരിച്ച് ചിലത് നമുക്ക് ഭയങ്കര സ്റ്റൈലൈസ്ഡ് മേക്കിംഗ് ആവശ്യമുള്ള സിനിമകളായിരിക്കും. നമുക്ക് എന്താണ് പറയേണ്ടത്, എന്താണ്. പക്ഷെ അപ്പോഴും ഈ ഒരു സൂക്ഷ്മാംശ ആഖ്യാനമുണ്ട് സിനിമയ്ക്ക്. ഈ സിനിമയിൽ സൂക്ഷ്മമായ അംശങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ ഒരു സീൻ ചിലപ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളെങ്കിൽ പോലും അതിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ഈ സിനിമയിലുണ്ട്. അപ്പോൾ അത് സിനിമകൾ മാറുമ്പോഴും സംവിധായകൻ്റെ ശൈലി മാറില്ലല്ലോ. അപ്പോൾ അത് അല്ല, ഡീറ്റെയിലുകളിൽ എപ്പോഴും ആവശ്യമാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഡീറ്റെയിലുകൾ വളരെ ആവശ്യമാണ്, കാരണം അതാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ഇപ്പം ചില സീനുകൾ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ അതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കില്ലായിരിക്കും, നമ്മളിപ്പം ശ്രദ്ധിക്കില്ലായിരിക്കും. പക്ഷെ അതൊരു ആഡോണാണ്. അവിടുത്തെ കിടക്കുന്ന ഒരു കുഞ്ഞു സാധനം. ഫസ്റ്റ് സീൻ ചെരുപ്പ് കുറച്ച് കഴുകുന്ന സീൻ. ആ സീൻ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ അപ്പം അദ്ദേഹം ചെരുപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ഇവിടെ കുടംപുളിയും ഈ സോപ്പും ഒക്കെ കയ്യിലിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഷോട്ട്. അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു തോന്നലുണ്ടായി, അവിടെ ഒരു ഷോട്ടിൻ്റെ ഒരു സാധനത്തിന് അവിടെ ഒരു ഇന്നർ വെയറും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞ് ഡീറ്റെയിലാണ് അത് അത്ര കാര്യം. അത് ഞാൻ പറഞ്ഞ അപ്പം ചില ADs എന്നോട് ചോദിച്ചു അത് വേണോ, അത് ഞാൻ പറഞ്ഞാൽ എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞാൽ അത് പിഴിഞ്ഞിട്ടിങ്ങനെ വെക്കുന്നൊരു ഫോമുണ്ട്, അതിങ്ങനെ പിഴിഞ്ഞിട്ടിങ്ങനെ വെക്കാം. ചിലപ്പം അറിയില്ലായിരിക്കും ആ സാധനം, അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. പക്ഷേ അതുണ്ടാക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഫഹദും കൂടെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും അത് റീഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഒരു ഷോട്ട് മാത്രം റീടേക്ക് ചെയ്യുമായിരുന്നു, ആ ഒരു പ്രോപ്പും കൂടെ വെച്ചിട്ട്. ഫഹദിൻ്റെ നിലനിൽക്കുന്ന ഇമേജിൽ നിന്നൊക്കെ അതിനെ ഇടുക്കിക്കാരനെന്ന സാധാരണക്കാരനിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഇടുക്കിയുടെ സാമൂഹ്യ ജീവിതം കൂടി ഇൻ ഡീറ്റെയിൽ ആയി പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കപ്പ വാട്ടുന്നത്, ചക്ക പറിക്കുന്നത്, ഇങ്ങനെ എങ്ങനെയാണ് ആ സമൂഹം ജീവിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായും തിരശ്ശീലയിലേക്ക് കൊണ്ടുവരിക, അതിനുവേണ്ടി വലിയ തോതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടോ? വലിയ തോതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ തന്നെ അനുഭവങ്ങളിൽ കളക്ട് ചെയ്യാനാണ് കൂടുതലായിട്ടും ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഈ കപ്പവാട്ടൊക്കെ ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കാലം വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന കാഴ്ചകളാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കപ്പേരിയാൻ വേണ്ടി എൻ്റെ അയലോക്കുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വേണം ഇതിൽ കപ്പേരിയിച്ച്. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ്. അടുത്തൊരു സിനിമ എത്ര ഇടവേളയിലുണ്ടാകും അതറിയില്ല. എനിക്കിഷ്ടപ്പെടുന്ന ഒരു സാധനം, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ്, ഒരു സാധനം വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് എത്ര കൊല്ലമായാലും, അത്ര എനിക്ക് പറയാൻ പറ്റും. ഈ മഹേഷിൻ്റെ പ്രതികാരം എന്ന പേരെങ്ങനെയുണ്ടായിരുന്നു? കൃത്യമായിട്ട് ആദ്യം ഒരു പേരിട്ടതൊന്നുമല്ല. നമ്മൾ ആദ്യത്തെ ദിവസം ഇതിൻ്റെ പ്ലോട്ട് സംസാരിച്ച് അന്ന് മുതലേ പിന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാക്കെന്തെങ്കിലും പറയാറുണ്ടല്ലോ. അങ്ങനെ ഞാനും ശ്യാമും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് മഹേഷിൻ്റെ പ്രതികാരം. അത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചാണ്. പിന്നെ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് തോന്നി ഇതിൽ നല്ലൊരു
ടൈറ്റിൽ പിന്നെ നമുക്ക് തോന്നിയില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ആപ്റ്റ്. നേരിട്ട് നമ്മൾ സിനിമ അങ്ങനെ തന്നെയാണ് ഉള്ളത്, നേരെ അങ്ങ് പറഞ്ഞേക്കാം. ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ളത് സത്യനന്ദിക്കാടിൻ്റെയും പ്രിയദർശൻ്റെ ആണെന്ന് പറഞ്ഞു. അവരൊക്കെ സിനിമ കണ്ടോ, അഭിപ്രായം പറഞ്ഞു? അന്ന് സത്യനന്ദിക്ക സാറ് വിളിച്ചിരുന്നു, ഭയങ്കര അഭിപ്രായം പറഞ്ഞു. സാറിൻ്റെ എന്നും എപ്പോഴും എന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. അപ്പം ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ പോയത് എന്ന് ഞാൻ സാറിനോട് പറയുമായിരുന്നു. സാറെങ്ങനെയാണ് ആക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സീൻ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നതെന്ന് ഞാൻ ഇന്ന് സാറിനോട് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സംവിധായകനാണ്. ആഷിഖ് കപൂറിൻ്റെ റോൾ നിർമ്മാതാവ് എന്ന നിലയിൽ മാത്രമായിരുന്നോ അതോ ഒരു സൗഹൃദം കൊണ്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ? നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കുന്ന സ്വഭാവം തന്നെയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഷൂട്ടിനിടയിൽ ആകെ 2 പ്രാവശ്യമാണ് അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഷൂട്ട് തുടങ്ങിയ അന്നും രാവിലെ, പിന്നെ ഇടയ്ക്കെന്ന് ഒരു തവണ വന്നു, ഒരു ദിവസം നിന്നിട്ട് പോയി, അത്ര വന്നിരുന്നുള്ളൂ. പക്ഷേ മാനസികമായിട്ടുള്ള എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നെ ഭയങ്കര വിശ്വാസമാണ്, എന്നെ അങ്ങ് വിശ്വസിച്ചു. നന്ദി ഇത്രയും നേരം മീറ്റ് ദ എഡിറ്റേഴ്സിൽ പങ്കെടുത്തതിന്. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കാണാം. നമസ്കാരം.